15ാമത് പുസ്തകം രാഷ്ട്രീയവും വികസനവും എന്ന പുസ്തകത്തിൻ്റെ ലളിതമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. രവീന്ദ്രൻ മാഷുടെ ജീവിത വീക്ഷണം പോലെ തന്നെ ഈ ചടങ്ങും വളരെ ലളിതമായി എന്നാൽ മഹത്തമായ വലിയ ഒരാശയം കൈമാറുന്ന ഒന്നായി ഈ ചടങ്ങ് പരിവർത്തനപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങളെ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ വീണ്ടും ഒരു പാഠ്യവിഷയമാക്കുന്ന ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഇതുവരെ ഇല്ലാത്ത ഒരു തനത് സംരംഭം എന്ന രീതിയിലാണ് നമ്മൾ ഈ കൊച്ചു പുസ്തകത്തെ നോക്കിക്കാണുന്നത്. പൊള്ളുന്ന ചൂടും നാനാവിധത്തിലുള്ള അത്തരത്തിലുള്ള പരിമിതികളും നാനാവിധത്തിലുള്ള പ്രയാസങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ജനങ്ങളുമായി സംവേദിച്ചതിൻ്റെ ഒരു പ്രോഡക്റ്റ് എന്ന രീതിയിലാണ് ഈ പുസ്തകത്തെ നോക്കിക്കാണുന്നത്. ഈ പുസ്തകത്തെ പ്രത്യേകം പരിചയപ്പെടുത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് ഏതാണ്ട് 2 വാക്കുകൾ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുക. ഒരു സർവദേശീയ പരിസരത്ത് നിന്നുകൊണ്ട് എങ്ങനെയാണ് ചാലക്കുടിയെ കേരളത്തിന് അനുയോജ്യമായ വിധത്തിലുള്ള ഒരു നവചാലക്കുടിയിലേക്ക് പ്രയാണം നടത്താമെന്ന അന്വേഷണമാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. സർവദേശീയമായി മുതലാളിത്ത സംവിധാനം തന്നെ തീവ്രതയിലേക്കും മൗലികതയിലേക്കും അതിശീഘ്രം മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യ രാജ്യത്ത് അതിൻ്റെതായ ഭീഷണി ഇന്ന് നിലനിൽക്കുമ്പോൾ ഇന്ത്യക്ക് പോലും മാതൃകയാവുന്ന വിധത്തിൽ ഒരു നവകേരളത്തിൻ്റെ നിർമ്മാണം അതിൻ്റെ ഏറ്റവും ക്ലൈമാക്സ് നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ പുനർനിർമ്മാണത്തിന് പോലും വഴിവെക്കാവുന്ന വിധത്തിലേക്ക് ഈ പുസ്തകത്തിലൂടെ എങ്ങനെയാണ് നവചാലക്കുടി നവകേരളം മുഖാന്തിരം എങ്ങനെ നവ ഇന്ത്യയിലേക്ക് എത്താമെന്നുള്ള അന്വേഷണമാണ് നടത്തുന്നത്. നവചാലക്കുടി എന്ന പ്രമേയം മുന്നോട്ട് വയ്ക്കുമ്പോൾ പരിമിതികളുണ്ട്, നാനാവിധത്തിലുണ്ട്. അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ആർജവും കരുത്തും കേരളത്തിലെ മലയാളി മണ്ണ് സ്വരൂപിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു പശ്ചാത്തലത്തിലാണ് ഈ പുസ്തകം രൂപപ്പെടുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെടുന്ന എല്ലാ ആളുകളും ഒരു പക്ഷേ ഈ പുസ്തക നിർമ്മാണത്തിൽ പങ്കാളിയായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മാഷ വണ്ടി ഓടിച്ചിരുന്ന അശോകം മുതൽ രാമകൃഷ്ണനും ശ്രീകാന്തും അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ആരവങ്ങൾക്കിടയിലെ ഉയർച്ചയിലും താഴ്ചയിലും പങ്കാളിയാവുകയും അതിനൊക്കെ നേതൃത്വം കൊടുത്ത UP ജോസഫ് അതിൻ്റെ സെക്രട്ടറി കൂടി ആയതോടുകൂടി തീർച്ചയായിട്ടും ആ വലിയ മുന്നേറ്റം ഒരുപക്ഷെ ജനാധിപത്യ പ്രക്രിയയിൽ തന്നെ ഒരു പുതിയ കാൽവെപ്പ് എന്ന രീതിയിൽ കൂടി ഈ പുസ്തകത്തിനെ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. ബാക്കി വിശേഷങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല, ഞാൻ എൻ്റെ കടവിലേക്ക് കിടക്കുകയാണ്. ഈ ലളിതമായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ചാലക്കുടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും CPIM-ന്റെ CITU-ന്റെ നേതാവുമായിട്ടുള്ള UP ജോസഫാണ്. UP ജോസഫിനെ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യാം. ഇതിൻ്റെ ചെയർമാൻ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ ഇവിടെ എത്തേണ്ട ആളാണ് അഷ്റഫ്. അദ്ദേഹം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പരിമിതി വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാവിധത്തിലുള്ള ആശംസകളും അഭിവാദ്യങ്ങളും അറിയിച്ചിട്ടുണ്ട്. അതുകൂടി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ വലിയ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് ഒരുപക്ഷെ ഏറ്റവും ചിരപരിചിതനായ, ഒരുപക്ഷെ ഞങ്ങൾക്ക് തോന്നുന്നു മാഷുടെയൊക്കെ തന്നെ മനസ്സിൻ്റെ തരംഗദൈർഘ്യത്തിന് സമാനമായ വിധത്തിൽ ചിന്തകളും പ്രമേയങ്ങളും ആകുലതകളും ഒക്കെ പങ്കുവയ്ക്കുന്ന വൈശാഖ മാഷ് വേണം എന്നുള്ള ഒരു പിടിവാശി ഒരുപക്ഷെ മാഷ് വെച്ചു പുലർത്തിയിരുന്നു. അതുകൊണ്ട് വൈശാഖ മാഷ് എവിടെയാണെങ്കിൽ അവിടെ അങ്ങനെയാണ് ഇത് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. വലിയ സന്തോഷത്തോടെ വീട്ടുകാരും വൈശാഖ മാഷും എല്ലാവരും അണിനിരത്തിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ CPIM-ന്റെ നേതാക്കന്മാരെല്ലാവരും എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വൈശാഖ മാഷ കുടുംബത്ത് വെച്ച് തന്നെ ഈ സൽക്കർമ്മത്തിന് നന്ദി കുറിക്കുന്നു അല്ലെങ്കിൽ സാക്ഷ്യം വഹിക്കുന്നു എന്നതിലുള്ള അതിരറ്റ സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് വൈശാഖ മാഷെ വലിയ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അശോകൻ ചെരുവിലെ തൃശ്ശൂരിൻ്റെയും ഇരിഞ്ഞാലക്കുടയുടെയും ഒരുപക്ഷെ ഏറ്റവും അഭിമാനമാണ്. കാട്ടൂർക്കടവിൽ നിന്ന് തുടങ്ങിയപ്പോൾ ജർമ്മൻ കഥകളിലാണ് അശോകം വന്ന് എത്തി നിൽക്കുന്നത്. ഏറ്റവും ഒരുപക്ഷെ സാംസ്കാരിക കേരളത്തിന് അല്ലെങ്കിൽ സാഹിത്യ ലോകത്തിന്
തനതായ നൂതനമായ യൂണിക് പ്രസന്റേഷൻ നടത്തിക്കൊണ്ട് ആ മേഖലയിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് അപ്പുറത്ത് തന്നെ വലിയ ആകാശങ്ങൾ കീഴടക്കുന്ന വലിയ വിധാനം കൈകാര്യം ചെയ്യുന്ന അശോകനും വളരെ ഒട്ടേറെ പരിപാടികൾക്കിടയിലാണ് ഞങ്ങളുടെ കൂടെ വരാനുള്ള സമ്മതം കിട്ടിയത്. അശോകനെ വലിയ സന്തോഷത്തോടു കൂടിയിട്ട് സ്വാഗതം ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ UP ഇതേപോലെ തന്നെ തിരക്കുള്ള ഒരാളാണ്. പക്ഷെ ഇങ്ങനൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് നമ്മൾ ഓൺലൈനിലൊക്കെ ആലോചിച്ചു, പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അപ്പൊ UP വന്ന് ഞാനും നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഈ യാത്രയാണ് ഒരുപക്ഷെ ജീവിതയാത്ര പോലെ തന്നെ ഇങ്ങോട്ടുള്ള യാത്രയും വലിയ അനുഭവങ്ങൾ പ്രദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. UPനെ അധ്യക്ഷ രീതി എന്ന രീതിയിലും നമ്മുടെ ഒരു സഖാവ് എന്ന രീതിയിലും ഞങ്ങളുടെയൊക്കെ തന്നെ കൂടെ നിൽക്കുന്ന ഒരു സതീർത്ഥൻ എന്ന രീതിയിലും വലിയ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യാൻ. രവീന്ദ്രമാഷ് ഇതിന്റെ സൃഷ്ടാവും നമ്മുടെയൊക്കെ തന്നെ വഴികാട്ടിയാണ്. ഔപചാരികതയുടെ പേരിൽ രവീന്ദ്രമാഷെ സ്വാഗതം ചെയ്യുന്നു. രാമകൃഷ്ണൻ, അതുപോലെ തന്നെ ശ്രീകാന്ത്, ജെയ്സൺ, അശോകൻ, ഇങ്ങനെയാണ് ഞങ്ങൾ വന്നത്. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് തിങ്കൾ ബുക്സാണ്. തൃശ്ശൂരിലെ ഒരു ചെറുകിട സംരംഭമെങ്കിലും വലിയ തരത്തിൽ പുസ്തക പ്രസാധക രംഗത്ത് ഒരു മുന്നേറ്റം നടത്തുന്ന അതിൻ്റെ സുധാകരൻ നെല്ലായി അദ്ദേഹമാണ് ഈ പുസ്തകം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. വളരെ പെട്ടെന്നാണല്ലോ അതെല്ലാം കൃത്യമായി നിർവഹിച്ചു. മാഷ് തന്നെ എഴുതിയ 8ാമത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ഒന്നുകൂടിയാണ് തിങ്കൾ ബുക്സ്. സുധാകരനെയും വലിയ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യും. പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട്, KSTയുടെ നേതാവുണ്ട്, ചൈതന്യകൃഷ്ണൻ, എനിക്കറിയാവുന്ന പേരുകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വീട്ടുകാരുണ്ട്, സന്തോഷമുണ്ട്, മാധ്യമങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ പരിപാടികൾക്കൊക്കെ ഞങ്ങൾ തികച്ചും അപരിചിതരാണ്. രാജീവായിട്ടുള്ളൊരു വ്യക്തിബന്ധമാണ് ഞങ്ങളെ അല്പം കൂടി അതിനെ ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് നിന്നത്. വലിയ സന്തോഷത്തോടെ തൃപ്തിയോടെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് UP അധ്യക്ഷൻ സന്നിധിയിൽ വന്ന് ഈ കാര്യത്തിൽ പങ്കുചേരുക എന്നുള്ളത് വളരെ അഭിമാനവും സന്തോഷവും ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിലേറെ അതിൻ്റെ കാമ്പായി ഞങ്ങൾ കാണുന്നത് വികസനവും രാഷ്ട്രീയവും. അതൊരു പ്രത്യേക പുസ്തകത്തിൻ്റെ കൃതി മാത്രമല്ല, അതാണ് നമ്മുടെ ജീവിത പദ്ധതി. 18ാം ലോക്സഭ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം ഈ വികസനത്തെയും രാഷ്ട്രീയത്തെയും ഇത് തമ്മിലുള്ള പാരസ്പര്യത്തെയും അതിൽ രവീന്ദ്രൻ മാഷുടെ അനിതര സാധാരണമായ മാഷുടെ വീക്ഷണവും കൂടിയുള്ള ചേർത്തിട്ടുള്ള അതായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലത്തെ ചർച്ചകൾ. ചാലക്കുടി പോലെ വലതുപക്ഷ രാഷ്ട്രീയത്തിന് അല്പം സ്വാധീനവും മേൽക്കൈയുള്ള ഒരു പ്രദേശത്ത് വന്ന് കണ്ട് കീഴടക്കി എന്ന് പറയുന്നത് പോലെ ഈ വികസനവും രാഷ്ട്രീയവും പരസ്പരം ബന്ധപ്പെടുത്തിയ അവതരണത്തിലൂടെ മാഷ് ചാലക്കുടിയുടെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. മറ്റു പല നിലയിലും മാഷ് സുപരിചിതനാണ്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതല എന്നുള്ളതൊക്കെ സാധാരണ രാഷ്ട്രീയ സംഘടനാ ചുമതലകളുടെ ഭാഗമാണ്, ഒന്ന് അല്ലെങ്കിൽ മറ്റൊന്ന്. കഴിഞ്ഞിരുന്ന 5 തെരഞ്ഞെടുപ്പുകളിലായി 2 ജില്ലകളിൽ കിടക്കുന്ന പ്രദേശത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വന്നിട്ടുണ്ട്. ഗോവിന്ദപിള്ള ഉൾപ്പെടെ PG ഉൾപ്പെടെയുള്ള PGയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുസ്തകമായി ഇല്ലെങ്കിലും ദേശാഭിമാനിയിൽ മാഷിന്റെ PGയുടെ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ എഴുതുന്നുണ്ടായി. വളരെ വ്യത്യസ്തതകളുള്ളൊരു പ്രദേശമാണ്. തമിഴ് ഭാഷ സംസാരിക്കുന്ന, തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന തോട്ടം തൊഴിലാളി മേഖല മുതൽ നല്ല നീണ്ട തീരദേശം കയ്പമംഗലവും കൊടുങ്ങല്ലൂരിലും കിട്ടിയിരുന്ന വ്യവസായ ഇടനാഴിയുടെ പ്രധാന കേന്ദ്രമാകുന്ന ആലുവയുടെയും കുന്നപ്പനാടിലെയും പെരുമ്പാവൂരിലെയൊക്കെ ചേരുന്ന ആ സ്ഥലത്ത് ഇതെല്ലാം കൂടി ചേരുന്ന വളരെ വ്യത്യസ്തതയുള്ള പ്രദേശമാണ്. അപ്പോൾ അവിടുത്തെ രാഷ്ട്രീയവും വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ചാലക്കുടിക്ക് മാത്രം വേറെ എവിടെയും ഇല്ലാത്ത എന്തെങ്കിലും വികസനം ഉണ്ടാക്കിയെടുക്കുകയല്ല. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പരാമർശിക്കുന്നത്. നവകേരളത്തിന്റെ പശ്ചാത്തലത്തിലെ
നവചാലക്കുടിയിലാണ് ഊന്നുക എന്നുള്ള ഒരു, അപ്പൊ അതിന് മുൻപുള്ള അനുഭവങ്ങളുടെ തുടർച്ച തന്നെയായിരിക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമായ ഒരു അനുഭവമില്ല. കുറച്ചധികം ദിവസം അവിടെ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടി വന്നപ്പോൾ അതിൽ കുറച്ചുകൂടി കൂടിയ അനുഭവങ്ങൾ ഉണ്ടാവും. ആ അനുഭവങ്ങളായിരിക്കും ഞാൻ പുസ്തകത്തെ കണ്ടിട്ടല്ല എന്നുള്ളത്. ഏതായാലും അതില് നരേന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വൈശാഖമാഷുണ്ട്, അശോകനുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ എങ്ങനെയാണോ എല്ലാവരും യോജിച്ച് സഹകരിച്ച് പൊതുലക്ഷ്യത്തിലേക്ക് വേണ്ടി പോകുന്നത് ആളുകൾ, പക്ഷെ ഇവിടെ ആയതുകൊണ്ട് എല്ലാവർക്കും വരിക പ്രായോഗികമല്ലാത്ത പ്രശ്നമുണ്ട്. പക്ഷെ മിക്കവാറും എല്ലാവരും ഈ സ്ട്രീമിങ്ങിൽ എല്ലാവരും ഇതിൽ സാക്ഷ്യം വഹിക്കുന്നുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും വളരെ അഭിമാനവും സന്തോഷമുള്ളതാണ്. നമുക്ക് മാഷുടെ ജനകീയ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഒരു പുതിയ കാര്യം കൂടി ഇപ്പൊ ലഭിച്ചു എന്നാണ് നമ്മൾ കരുതുക. ആ അളവിൽ ഉള്ള സന്തോഷം പങ്കുവെക്കുന്നു. നമുക്ക് പ്രകാശന ചടങ്ങിലേക്ക് കിടക്കാം. നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥിൻ്റെ രാഷ്ട്രീയവും വികസനവും എന്ന പുസ്തകം. രവീന്ദ്രൻ മാഷ് കോളേജിൽ പഠിപ്പിച്ചിരുന്നത് രസതന്ത്രമാണ്. പക്ഷെ അതേസമയം തന്നെ അദ്ദേഹം സമൂഹത്തിൻ്റെ രസതന്ത്രം പഠിക്കുന്ന ആളുമാണ്. അങ്ങനെ സമൂഹത്തിൻ്റെ രസതന്ത്രം പഠിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ പൊതു തിരഞ്ഞെടുപ്പ് ഒരു ജനാധിപത്യ വിദ്യാഭ്യാസ പദ്ധതിയാണെന്ന് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നത്. ജനാധിപത്യ വിദ്യാഭ്യാസം അതിശക്തമായ ഒരു പ്രയോഗമാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ എത്ര ശതമാനം ആളുകൾക്ക് പൂർണ്ണമായിട്ടും ജനാധിപത്യം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ നമുക്ക് സംശയിക്കേണ്ടി വരും. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല. രവീന്ദ്രൻ മാഷിനെ പോലുള്ള തികഞ്ഞ രാഷ്ട്രീയ പ്രതിഭ, സാംസ്കാരിക പ്രതിഭ പ്രവർത്തിക്കുന്ന ഇടമാണ് കേരളം. ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്ന നമ്മുടെ വ്യവസായ മന്ത്രി സഖാവ് പി രാജീവ് പറയുന്ന ഒരു സവിശേഷ കാര്യമുണ്ട്. തിരഞ്ഞെടുപ്പിന് മുമ്പ് ആളുകൾ പുസ്തകങ്ങൾ ഇറക്കാറുണ്ട്, അവരുദ്ദേശിക്കുന്ന പദ്ധതികളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട്. തിരഞ്ഞെടുപ്പിന് ശേഷവും നേരത്തെ UP ജോസഫ് പറഞ്ഞ പോലെ ഗോവിന്ദപിള്ള സാർ എഴുതിയെന്ന് പറയുന്ന തിരഞ്ഞെടുപ്പ് അനുഭവങ്ങളുടെ രീതി, ഇതിൽ രണ്ടിലും പെടാതെ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിൽക്കുകയും ആ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇറക്കുന്ന ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തെ പുസ്തകമായിരിക്കും എന്നാണ് പി രാജീവ് പറയുന്നത്. ഈ പുസ്തകത്തിൽ രവീന്ദ്രൻ മാഷ് നേരത്തെ നരേന്ദ്രൻ പറഞ്ഞ പോലെ ചാലക്കുടി മാത്രമല്ല ലക്ഷ്യമാക്കുന്നത്, ചാലക്കുടിയും കേരളവും ഇന്ത്യയും തന്നെ പഠിക്കേണ്ട പുസ്തകമാണിത്. രാഷ്ട്രീയവും വികസനവും എന്ന വിഷയത്തിൽ പാഠപുസ്തകം പോലെ ഉപയോഗിക്കാവുന്നതാണ് ഈ ചെറിയ പുസ്തകം. ഇതിൽ സമഗ്രമായിട്ടും സാധാരണ ജനങ്ങളെ അതിർപറമ്പുകൾക്ക് അപ്പുറത്തും അതിർത്തിയിൽ പുറന്തള്ളപ്പെട്ടവരുമായ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വികസനത്തിൻ്റെ സദ്ഫലം എല്ലാവരിലേക്കും എത്തിക്കാനുള്ള വഴി എന്താണെന്നാണ് രവീന്ദ്രൻ മാഷ് അന്വേഷിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇതിന് സുസ്ഥിര വികസനം എന്ന പ്രയോഗം, ഒരുപക്ഷെ എനിക്ക് അറിഞ്ഞുകൂടെ, ഞാൻ ആദ്യമായിട്ട് ഈ പ്രയോഗം കേൾക്കുന്നത് രവീന്ദ്രൻ മാഷുടെ പ്രസംഗത്തിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. സുസ്ഥിര വികസനം എന്നുള്ളത് പ്രയോഗത്തിലാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് രവീന്ദ്രൻ മാഷ് ഈ പുസ്തകത്തിൽ കൂടെ പറയുന്നത്. നിശ്ചയമായും അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലം ഒരുപക്ഷെ വളരെ ബൃഹത്തായ ഒരു നിയോജകമണ്ഡലം, നേരത്തെ UP ജോസഫ് പറഞ്ഞ പോലെ വളരെ നീണ്ട ഒരു കടൽക്കര, തമിഴ്നാടിൻ്റെ അതിർത്തി, കാലടി സർവകലാശാല, മുസിരീസ്, അതുപോലെ അതിരപ്പള്ളി, വളരെ പ്രാധാന്യമുള്ള അതിരപ്പള്ളി വെള്ളച്ചാട്ടം, ഇങ്ങനെ നിരവധി പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ വരുന്നുണ്ട്. വികസനത്തെക്കുറിച്ച് പഠിക്കുന്നവർക്കും ഈ ചെറിയ പുസ്തകം ഒരു ഗൈഡ് പോലെ അല്ലെങ്കിൽ ഒരു പാഠപുസ്തകം പോലെ ഉപയോഗിക്കാവുന്നതാണ്. അത്രയ്ക്ക് സവിശേഷതയുള്ളൊരു പുസ്തകം ഇവിടെ പാലക്കാട്ട് വന്ന് പ്രകാശനം ചെയ്യാൻ എനിക്ക് ഒരവസരം തന്നില്ല. ഞാനത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഒരുപാട് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തിട്ടുള്ള അനുഭവം ഉണ്ടെങ്കിലും ഇത് അത്രമാത്രം സവിശേഷമായ
ഒരു അനുഭവമാണ്. തീർച്ചയായിട്ടും രവീന്ദ്രൻ മാസ്റ്റർ കൂടെ വന്നിരിക്കുന്ന നമ്മുടെ പ്രിയ സഹാക്കൾ അവരെല്ലാവരും ഇതിന് സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട്. അപ്പം സുസ്ഥിര വികസനം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിഭാഗം ജനങ്ങളെ മാത്രം സഹായിക്കുന്നതോ അവരുടെ സൗഖ്യം അന്വേഷിക്കുന്നതോ അല്ല. സമഗ്രമായിട്ടും സമൂഹത്തിലാകമാനം ഏറ്റവും അതിർവരമ്പിൽ നിൽക്കുന്നവർ വരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇൻക്ലൂസീവ് പദ്ധതിയാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എക്സ്ക്ലൂസീവ് പദ്ധതികളാണ്, പുറം തള്ളപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികളാണ്, ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ. അതിനെല്ലാം അതീതമായി തികച്ചും മതേതരമായ വീക്ഷണത്തോടു കൂടി, രാഷ്ട്രീയ അതീതമായ വീക്ഷണത്തോടു കൂടി എന്നും കൂടെ പറയേണ്ടി വരും ആണ് ഈ പുസ്തകം അദ്ദേഹം രചിച്ചിരിക്കുന്നത്. ഈ പുസ്തകം എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രകാശനം ചെയ്തതായി പ്രഖ്യാപിച്ചു കൊള്ളുന്നു. മാഷ വീട്ടിലേക്ക് ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായി ഒന്നുകൂടി ഒരു പ്രാവശ്യം കൂടി വരാൻ കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, പ്രിയപ്പെട്ട രവീന്ദ്രൻ മാഷും പ്രിയപ്പെട്ട യുപിയും ഒക്കെ ഒന്നിച്ച് ഒരു യാത്ര, ഒരു കാറിൽ ഇങ്ങനെ പാലക്കാട് വരെ യാത്ര ചെയ്ത് വരാൻ കഴിഞ്ഞു, സംസാരിക്കാൻ കഴിഞ്ഞു. അതിനിടയിൽ വളരെ അടുത്ത സുഹൃത്തുക്കളെ കൂട്ടുകൂടാനും കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എല്ലാത്തിനെയും ഒരു പഠന പ്രക്രിയയായിട്ട് കാണുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം സയൻസ് ആണ് പഠിച്ചത്, രസതന്ത്രമാണ്. പക്ഷെ നമ്മളെയൊക്കെ പരിഷത്തിൻ്റെ കാലഘട്ടം മുതലേ പഠിപ്പിച്ചിട്ടുള്ളത് സാമൂഹ്യ ശാസ്ത്രമാണ്, സാമ്പത്തിക ശാസ്ത്രമാണ്. അതുപോലെ തന്നെ നിരവധി വിഷയങ്ങൾ, മനുഷ്യന് ബാധകമായ എല്ലാ വിഷയങ്ങളും അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അത് സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ്. തൻ്റെ അഭിരുചികൾ അല്ലെങ്കിൽ തൻ്റെ പഠന വിഷയം എന്നുള്ളതിൽ നിന്ന് വിട്ട് ലോകം എന്താവശ്യപ്പെടുന്നു, മനുഷ്യൻ അവൻ്റെ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി എന്താണ് അവന് ആവശ്യമുള്ളത് എന്നതാണ് മാഷുടെ പഠനത്തിൻ്റെ ഒരു പരിഗണന. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉള്ള പഠന പ്രക്രിയക്കിടയ്ക്കാണ് അദ്ദേഹം പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. അത് തന്നെ വാസ്തവത്തിൽ ഈ പാർലമെന്ററി രാഷ്ട്രീയത്തിലെ MLA എന്നുള്ള നിലയ്ക്കും 2-3 ടൈം, അതുപോലെ മന്ത്രി എന്നുള്ള നിലയ്ക്കും, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുകളിലെ പ്രവർത്തനം, അത് തന്നെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നു എന്നുള്ളത്, തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ജനപ്രതിനിധി എന്നുള്ള നിലയിലുള്ള ഇടപെടലുകളൊക്കെ തന്നെ വാസ്തവത്തിൽ വലിയൊരു മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. നമുക്ക് തൊട്ടടുത്ത് നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. കൊടകരയും പുതുക്കാട് പോലുള്ള അങ്ങനെ രണ്ട് പേരിൽ മാറി വന്ന മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഞാനത് വിശദീകരിക്കുന്നില്ല. ആ പ്രദേശത്തെ പഠിച്ചുകൊണ്ട്, ആ പ്രദേശത്തിന് എന്താണ് അതിന് തൻ്റെ പ്രാതിനിധ്യം, തൻ്റെ നേതൃത്വം കൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുക, സംസ്ഥാനത്തിൻ്റെ വിഭവശേഷി, മറ്റു തരത്തിലുള്ള അവിടുത്തെ ജനങ്ങളുടെ കർമ്മശേഷി, ഈ വക കാര്യങ്ങളൊക്കെ തുലനം ചെയ്തുകൊണ്ടും ഒക്കെ തന്നെ ബന്ധപ്പെടുത്തിക്കൊണ്ടും ഏതൊക്കെ മേഖലകളിലാണ് ഊന്നൽ നടത്തി അവിടെ വികസനം മനുഷ്യന് അനുകൂലമായ രീതിയിൽ നടത്താൻ കഴിയുകയാണ് പഠിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. പല കാര്യങ്ങളെക്കുറിച്ചും പറയാൻ കഴിയും. അതൊക്കെ വിശദീകരിച്ചു കഴിഞ്ഞാൽ സമയം പോകുന്നതുകൊണ്ട് അവിടെ പറയുന്നില്ല. കാരണം അതിൻ്റെ ബലം, അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, ഞാൻ കൊടകര മണ്ഡലത്തിലൊക്കെ തന്നെയുള്ള പല ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങേയറ്റം രവീന്ദ്രൻ മാഷ് പ്രതിനിധിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തൊക്കെ അടുത്തൊക്കെ തന്നെ അങ്ങേയറ്റം വിരോധമുള്ള പല ആളുകളും, അതിനുള്ള ആൾക്കാരുണ്ടാവല്ലോ, ഭയങ്കരമായി രൂക്ഷമായി നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ വിമർശിക്കുന്ന ആൾക്കാർ പോലും രവീന്ദ്രൻ മാഷിന്റെ ആ ഒരു MLA എന്നുള്ള നിലയിലുള്ള പ്രവർത്തനത്തെ അങ്ങേയറ്റം സഹായിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങൾ. അത് വിശദീകരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയ മാറ്റം, ആ മാറ്റത്തിൻ്റെ ബലത്തിലാണ് പുതിയ കാലഘട്ടത്തിൽ പുതിയ മന്ത്രിസഭ, പിണറായി വിജയൻ്റെ പുതിയ മന്ത്രിസഭ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് അതിൻ്റെ ഒരു ജനാധിപത്യവൽക്കരണവും കാര്യശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ടുള്ള തീരുമാനമെടുത്തത് നമുക്കെല്ലാവർക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആകത്തുക എന്ന് പറയുന്നത്, ഈ കമ്മ്യൂണിസ്റ്റുകാർ പാർലമെന്ററി ഡെമോക്രസിയിൽ ഇടപെടുമ്പോൾ അതൊരു അങ്കലാപ്പുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. തുടക്കം മുതലേ തന്നെ കുറച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. കാരണം നിലനിൽക്കുന്ന നിയമങ്ങൾ എല്ലാം ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതല്ല, എല്ലാം എന്നല്ല, ഒട്ടുമിക്കതല്ല.
ഭരണഘടനയുടെ അന്തസ്സത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നെങ്കിൽ നമുക്ക് വളരെ അഭിമാനമുള്ള കാര്യം തന്നെയാണ് ഭരണഘടന. പക്ഷേ പൊതുവായുള്ള നിയമങ്ങൾ, കാരണം രാജ്യത്ത് നിൽക്കുന്ന, രാജ്യം പിന്തുടരുന്ന സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം മുതലേ രാജ്യം പിന്തുടരുന്ന സാമ്പത്തിക വ്യവസ്ഥ ചൂഷണത്തിൽ അധിഷ്ഠിതമാണ്, വർഗവിഭജിതമായ സമൂഹമാണ്. പക്ഷേ ആ നിയമങ്ങൾക്കകത്ത് തന്നെ നിന്നുകൊണ്ടാണ് ആ നിയമങ്ങൾ ശരിയല്ല എന്ന് വിചാരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലത്തെ അനുഭവം അതൊരു നല്ല ഇടപെടലായിരുന്നു എന്നാണ് CPM ഒക്കെ തന്നെ, മറ്റു പാർട്ടി കോൺഗ്രസുകളിലൊക്കെ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ളത്. വിചാരിച്ചതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിലുള്ള ഇടപെടലാണ്, കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിനെയൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരം ഒരു വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു ഇടപെടലിൽ, പാർലമെന്ററി ഡെമോക്രസിയിലെ ഇടപെടലിൽ ശരിക്കും മാതൃകയാക്കാവുന്ന പ്രവർത്തനമാണ് രവീന്ദ്രനാഥ് മാഷുടെ എന്ന് ഞാൻ പ്രത്യേകമായി തിരിച്ചറിഞ്ഞു. അത് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ആ പരിമിതികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ, വാസ്തവത്തിൽ ആ പരിമിതികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്യാൻ കഴിയും. ചുരുങ്ങിയ പക്ഷം ആക്രമണങ്ങളിൽ നിന്ന്, ഭരണകൂടത്തിൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ താൽക്കാലികമായിട്ടെങ്കിലും ഒന്ന് ആശ്വസിപ്പിക്കുകയും അതിൻ്റെ രൂക്ഷത കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് ആദ്യഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിചാരിച്ചിരുന്നത്. പക്ഷേ കുറെ കൂടി ഫലപ്രദമായ പല വികസന പ്രവർത്തനങ്ങളും നാടിന്, ജനങ്ങൾക്ക് അടിസ്ഥാനപരമായ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ, ഇടപെടാൻ കഴിയും എന്ന് തെളിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഭാവിയിൽ എന്താണ് പാർലമെന്റ് ഡെമോക്രസിക്ക് സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഈ തെരഞ്ഞെടുപ്പ് തന്നെ അതിൻ്റെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ്. അതൊക്കെ തീരുമാനിക്കപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. വളരെ ആശങ്ക നിറഞ്ഞ ഒരു മാനസികാവസ്ഥയിലാണ് നമ്മളെല്ലാവരും, കേരളീയർ ഒന്നടക്കം, അല്ലെങ്കിൽ രാജ്യത്തെ പുരോഗമന ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളും ഒക്കെ തന്നെ ഉള്ളത്. ഈ പുസ്തകമാകട്ടെ ഞാൻ വായിച്ചു. സുധാകരൻ എനിക്ക് ഇതിൻ്റെ കോപ്പി ഇൻ്റർനെറ്റിൽ അയച്ചു തന്നു. വളരെ വലിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് എഴുതിയിട്ടുള്ളത്. അനുഭവത്തിൻ്റെ ഒരു ഭാഷയുണ്ട്. ഞങ്ങൾ എഴുത്തുകാർ, കഥ എഴുതുന്ന ആൾക്കാർക്കൊക്കെ അത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം മാഷ് പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന വ്യക്തിപരമായ ചില പ്രതിസന്ധികൾ, ആ കാലഘട്ടത്തിൽ അദ്ദേഹം അനുഭവിച്ചിരുന്ന ചില ദുഃഖങ്ങളും വേർപാടുകളുടെയൊക്കെ പ്രശ്നങ്ങൾ, അതൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അത് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഠിനമായ ഒരു ഉത്തരവാദിത്തം. ഒരുപക്ഷെ തനിക്ക് എത്ര കണ്ട് ഈ താല്പര്യമുണ്ട് എന്നുള്ളത് അല്ല, അതിനേക്കാളേറെ പാർട്ടിയും പ്രസ്ഥാനങ്ങളും ജനങ്ങളും ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ള ഒരു സാഹസത്തിന് എന്ന് പറയാവുന്ന രീതിയിലാണ് അദ്ദേഹം അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. ആ ഏറ്റെടുത്ത സന്ദർഭത്തിൽ തന്നെ ആ പഠനം ആരംഭിച്ചു. പഠനം എന്ന് പറയുന്നത് ഈ 24 മണിക്കൂറുണ്ടെങ്കിൽ 25 മണിക്കൂറും അതിൻ്റെ അപ്പുറത്തും കഠിനാധ്വാനം ചെയ്യേണ്ട ഈ സമയത്താണ് ഈ പഠന പ്രക്രിയ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. രവീന്ദ്രമാഷ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വർത്തമാനകാലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വർഗബഹുജന സംഘടനകളിലും പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ഒക്കെ സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉടമയാണ്. കാരണം മാഷിൻ്റെ ക്ലാസ് കേൾക്കാത്ത കേരളത്തിലെ 140 അസംബ്ലി മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ ഉണ്ടാവില്ല. എല്ലാവരും ക്ലാസ് കേട്ടാണ്. 140 അസംബ്ലി മണ്ഡലത്തിൽ പ്രവർത്തകർ മാഷിൻ്റെ ക്ലാസ് കേൾക്കാം. മാഷിൻ്റെ ക്ലാസ് ഉറങ്ങാതെ ഇരിക്കുന്നൊരു ക്ലാസ്സുകളിൽ നിന്നാണ് മാഷിൻ്റെ ക്ലാസ്. പക്ഷേ എവിടെ നമുക്ക് പറഞ്ഞിട്ട് മാഷിൻ്റെ ശൈലി എല്ലാവർക്കും വലിയ ഇഷ്ടം. ആ ഇഷ്ടം പൊതുജനങ്ങൾക്കും ഇഷ്ടം. എൻ്റെ അമ്മ അങ്ങനെ വിദ്യാഭ്യാസമൊന്നുമില്ല, 6ാം ക്ലാസ്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാൽ രവീന്ദ്രൻ മാഷിനെയാണ് അറിയില്ല. പുതിയ വിദ്യാഭ്യാസ മന്ത്രി അറിയില്ല എന്നുള്ളതില്ല, പക്ഷെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞു മാഷ പെട്ടെന്ന്. അപ്പോൾ ഒരു പക്ഷേ ജോസഫ് മുണ്ടശ്ശേരി മാഷൊന്നും ഞാനൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ജോസഫ് മുണ്ടശ്ശേരി മാഷ് കഴിഞ്ഞ കേരളത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ആളുകളുടെ മനസ്സിൽ, എല്ലാ കേരളീയരുടെയും മനസ്സിൽ ഇടം പിടിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എൻ്റെ ജോസഫ് ശ്രീ രവീന്ദ്രൻ മാഷ്. രവീന്ദ്രൻ മാഷിൻ്റെ പുസ്തക പ്രകാശനം പാലക്കാട് ജില്ലയിൽ വൈശാഖ മാഷ് ഇവിടെ താമസിക്കുന്നു. പാലക്കാട്ടുകാരനായതുകൊണ്ടും ഞങ്ങളുടെ അഹങ്കാരമായി ആയതുകൊണ്ട് മാഷ് ഇവിടെ എത്തി
അതൊരു പാലക്കാടിന് കൂടി ഒരു അഭിമാനമായി കാണുന്നു. പാലക്കാട്ടെ പൊതുപ്രസ്ഥാനത്തിന് വേണ്ടി ഈ സന്ദർഭത്തിൽ രവീന്ദ്ര മാഷയും വൈശാഖ മാഷയും ശോഭൻ ചെറുപ്പിനെയും ഇവിടെയൊക്കെ ജോസഫ് വന്നിട്ട് UPയെയും നമ്മുടെ നരേന്ദ്രനും ഇവിടെ എത്തിയ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. അത് ജീവിതത്തിൻ്റെ അന്തസത്തയാണ്. പ്രത്യേകിച്ചും ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനിടയിൽ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നതിലും വലിയ ഒരു പ്രവർത്തനമാണ് മാഷ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. സഖാവ് ജോസഫ് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ സഖാവ് P. രാജീവ് കുറിച്ചിട്ടുള്ളതുപോലെ, ഇത് ലോകത്തിലെ ആദ്യത്തെ അനുഭവമായിരിക്കും. എന്തായാലും ആ പുസ്തകത്തിൻ്റെ ഓരോ വരികളിലൂടെയും പോകാൻ കഴിഞ്ഞ സാഹചര്യത്തിൽ വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് അനുഭവങ്ങളെയും ഒപ്പം തന്നെ ഒരു ജനതയുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം, ഒരു രാജ്യത്തിൻ്റെ ബാഹ്യധേയം എന്തായിരിക്കണം എന്നുള്ളൊരു ദാർശനികമായ സത്ത കൂടി അതോടൊപ്പം നമുക്ക് തന്നിട്ടുണ്ട്. മലയാളികൾ അത് ഏറ്റുവാങ്ങുന്ന ഒരു ധന്യമുഹൂർത്തമാണ് ഇത്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരോടൊപ്പം ഞാനും ഈ സന്തോഷം, ഈ ആഹ്ലാദം പങ്കെടുക്കുന്നു. മാഷോട് പ്രത്യേക അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കവസാനം. നമ്മുടെ എല്ലാം അഭിമാനമായ വൈശാഖ മാഷ് പുസ്തകം ഏറ്റുവാങ്ങിയ നമ്മുടെ സവേട്ടൻ മാഷ്, പ്രിയമുള്ള സുഹൃത്തുക്കളെ, മാഷുടെ ഓരോ പുസ്തകങ്ങളും വ്യത്യസ്തമായിട്ടുള്ള, നേരത്തെ വൈശാഖ മാഷ് അശോകൻ അതുപോലെ UPയൊക്കെ പറഞ്ഞ പോലെ തന്നെ ജീവിതഗന്ധിയായ കുറേ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ തവണത്തെ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വളരെ ഏറെ പ്രത്യേക, ഇന്ത്യ നിലനിൽക്കണോ വേണ്ടേ എന്നുള്ള രീതിയിൽ ഇതേപോലെ നിലനിൽക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ത്രെഡ് മതേതരത്വത്തിന് വന്നിട്ടുള്ള ഭീഷണിയാണ്. അപ്പം ഈ ഒരു ആശയം, രാഷ്ട്രീയം വികസനം എന്ന പുസ്തകത്തിൽ ഏറ്റവും പ്രധാന ത്രെഡ് എന്ന് പറഞ്ഞാൽ മതേതരത്വത്തിൻ്റെ ഈ സമീപകാല പ്രശ്നങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ വളരെയേറെ, കഴിഞ്ഞ ദിവസം നമ്മൾ പുസ്തകം പ്രൂഫ് നോക്കിയപ്പോൾ നമ്മുടെ ഹൃദയം ചോദിച്ചു, മതേതരത്വം വളരെ കൂടുതൽ വരുന്നുണ്ടല്ലോ ഈ വാക്ക് പ്രൂഫ് നോക്കിയപ്പോൾ. അപ്പം ഞാൻ മാഷ് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മളെങ്ങനെ രാഷ്ട്രീയം വികസനം അതിൽ പ്രധാനപ്പെട്ട ഒരു ആശയം മതേതരത്വത്തിന് ഇത് നേരിടുന്ന ഭീഷണി തന്നെയാണ്. അപ്പം ഇതൊക്കെ സമകാലീന യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ പുസ്തകവും ഓരോ ആശയം പൊതുജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന രീതിയിൽ അദ്ദേഹം രൂപപ്പെടുത്തി. അത് ഈ പരിപാടി കാണുന്ന, വീക്ഷിക്കുന്ന എല്ലാ നമ്മുടെ നല്ലവരായ സുഹൃത്തുക്കളും ഈ പുസ്തകം ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതിലെ പേജുകൾ 93 പേജേ ഉള്ളൂ. പക്ഷേ ഈ 93 പേജും നമ്മുടെ വൈശാഖ മാഷും നമ്മുടെ അശോകേട്ടൻ പറഞ്ഞ പോലെ തന്നെ ജീവിതഗന്ധിയായ മനുഷ്യന്റെ പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവരെ ഈ പുസ്തകം വായിക്കുമ്പോൾ അതിനൊപ്പം കൊണ്ടുപോകുന്ന ഓരോ അധ്യായങ്ങളും. അപ്പൊ ആ രൂപത്തിലുള്ള പുസ്തകം സമർപ്പിച്ച രവീന്ദ്ര മാഷോടുള്ള കടപ്പാടും പൊതുസമൂഹത്തെ, പ്രത്യേകിച്ചും ഇലക്ഷൻ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം എനിക്ക് മുഴുവൻ സ്ഥലങ്ങൾ സഞ്ചരിക്കാമെന്നുകൊണ്ട് ഓരോ പൾസും, ജനങ്ങളുടെ ഓരോ പൾസും, ആ മണ്ഡലത്തിന്റെ പൾസും ഒപ്പിയെടുത്തുകൊണ്ട് ഒരു പുതിയ നവകേരളത്തോടൊപ്പം നവചാലക്കുടി രൂപം കൊടുത്തുകൊണ്ട് ഒരു മാതൃക തീരാവുന്ന ഒരു പുസ്തകം തന്നെയാണ്. രവീന്ദ്ര മാഷോടുള്ള കടപ്പാട് ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും നമ്മൾ കടപ്പാട് ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു, പക്ഷേ വരുന്നത് ഇവിടെ വെച്ചാണെന്നുള്ളത് അറിഞ്ഞത് ഇന്ന് ഉച്ചയ്ക്കാണ്. എനിക്ക് വലിയൊരു സന്തോഷവും വല്ലാത്തൊരു കൗതുകവും അത്ഭുതവും ഒക്കെ നിറഞ്ഞൊരു സന്ദർഭത്തിലാണ് കിട്ടുന്നത്. കേരളം ആദരിക്കുന്ന 3 പ്രതിഭകൾ ഇവിടെ ഞങ്ങളുടെ ഈ കുടുംബത്തിലേക്ക് എത്തുക. ഞാൻ താമസിക്കുന്നത് ഈ പഞ്ചായത്തിൽ തന്നെയാണ്. ഇവിടെ രാധാകൃഷ്ണൻ സാറിൻ്റെ ഒരു ഓർമ്മ തങ്ങി നിൽക്കുന്ന ഇടത്ത്, ഇവിടെയാണ് അദ്ദേഹം എപ്പോഴും ഇരിക്കുക, ഞങ്ങളോട് വന്നിരുന്ന് സംസാരിക്കാറില്ലാണ്. അപ്പോൾ ഇവിടെ രവീന്ദ്ര മാഷും വൈശാഖ മാഷും അശോകൻ സാറും 3 പേരിയ്ക്കുന്നു. ഒപ്പം ഞങ്ങളെയൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ ആവേശം കൊള്ളിച്ച പ്രിയപ്പെട്ട ജോസഫ് ഏട്ടൻ ഇവിടെ ഇരിക്കുന്നു. ഞാൻ ഈ ജില്ലയിലെ SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതിനൊക്കെ മുമ്പ് ഞങ്ങളുടെ സീനിയർ ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ വലിയ ഞങ്ങളേറ്റവും ആദരിക്കുന്ന, വളരെയധികം ബഹുമാനത്തോടു കൂടി കാണുന്ന 4 പേരുടെ സാന്നിധ്യം അതേറെ ആവേശം പകരാണ്. അതോടൊപ്പം ഇവിടെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം രവീന്ദ്ര മാഷ്, എനിക്ക് തോന്നുന്നു ഒരു 24 വർഷം മുമ്പാണ് ആദ്യമായി രവീന്ദ്ര മാഷെ ഞാൻ ബന്ധപ്പെടുന്നത്. മാഷക്ക് അറിയുമെന്നറിയില്ല, ഞാൻ ഒറ്റപ്പാലം NSS കോളേജിൽ MA എക്കണോമിക്സിന് പഠിക്കുമ്പോൾ SFIയുടെ ജില്ലാ ഭാരവാഹിയാണ്. അവിടെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ക്ലാസ് സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അന്ന് AKPCT നേതാക്കന്മാർ വഴിയാണ് മാഷെ ബന്ധപ്പെടുന്നത്, മാഷ് വരുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഉൾപ്പിരിവുകളെ സംബന്ധിച്ച്, പുതിയ നവലിബറൽ സാമ്പത്തിക നയത്തിൻ്റെ വരവോടുകൂടി ഉണ്ടായിട്ടുള്ള മാറ്റത്തെ സംബന്ധിച്ചൊക്കെ
എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളെ അത്ഭുതപ്പെടുത്തും വിധം മാഷ് നടത്തിയിട്ടുള്ള ക്ലാസ് ഒരു കുട്ടിയുടെയും ശ്രദ്ധ തെറ്റാത്ത വിധത്തിൽ മാഷങ്ങനെ സംസാരിക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ കൊണ്ടു ഞങ്ങൾ വളരെ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി ആ ഒരു ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം അവിടെ നിന്നോട്ട് ഈ കഴിഞ്ഞ 24 വർഷത്തിന് ഇടയിൽ ഇവിടെ ബോസേട്ടൻ ഞങ്ങളുടെ ഏരിയ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഞങ്ങളൊക്കെ നിരവധി ക്ലാസ്സുകൾ മാഷെ കേൾക്കാനിടയിൽ വലിയ തോതിൽ നമ്മുടെ കാഴ്ചപ്പാടിനെ വിപുലപ്പെടുത്തുന്നതാണ്. തീർച്ചയായും ഈ പുസ്തകം പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്കും ഈ പുസ്തകം നമ്മുടെ രാഷ്ട്രീയ വികസന കാഴ്ചപ്പാടിനെ കൂടുതൽ വിപുലപ്പെടുത്തുന്നതും കൃത്യമായ ദിശാബോധം നൽകുന്നതുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. മാഷിന് KSTAക്ക് വേണ്ടി അധ്യാപകർക്ക് ആകെ അഭിമാനമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ് അദ്ദേഹം. KSTAക്ക് വേണ്ടി ഞങ്ങളുടെ ആദരവ് അറിയിക്കുന്നു, ഒപ്പം ആശംസകൾ നേരുന്നു. ഇവിടെ ഉള്ള എല്ലാ പ്രതിഭകളോടും വ്യക്തിപരമായി ഉള്ള സ്നേഹവും ആദരവും അറിയിച്ചുകൊണ്ട് ശ്രീ രാധാകൃഷ്ണൻ നായരുടെ വീട്ടിൽ മാഷിൻ്റെയും ശ്രീ അച്ഛൻ്റെയും ഒപ്പം ഇരിക്കാൻ പറ്റിയ വളരെ സന്തോഷമാണ്. അദ്ദേഹം ഞാനും കൂടി ഒരു പുസ്തകം അന്ന് മാഷ് സാഹിത്യ അക്കാദമി പ്രസിഡൻ്റായിരുന്നായിരുന്നു, പ്രളയാക്ഷരങ്ങൾ. 50 ലക്ഷം രൂപ അതെ, 50 ലക്ഷം രൂപ. അത് ഈ ശ്രീ രാധാകൃഷ്ണൻ നായരാണ് അതിന് നേതൃത്വം കൊടുത്തത്. മറ്റെല്ലാവരും അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ വെച്ച് ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പലരും പറഞ്ഞൊരു ചെറിയ ചടങ്ങാണെന്ന്. എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. വളരെ വലിയ ഒരു ചടങ്ങായി തന്നെയാണ് തോന്നുന്നത്. അതെൻ്റെ ഓരോരുത്തരും വശമടക്കം ഇതിൽ പങ്കെടുക്കുന്ന പ്രത്യേകത കൊണ്ടാണ്. ഈ പുസ്തകം രചിക്കാനുള്ള ശ്രമം തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം രാമകൃഷ്ണൻ നരേന്ദ്രനും ശ്രീകാന്തനെയാണ് അതിനെക്കുറിച്ചൊന്ന് സ്വീകരിച്ചത്. അന്നേ എൻ്റെ മനസ്സിലുള്ളത് ഇതെഴുതി തീർന്ന് പുസ്തകമാവുകയാണെങ്കിൽ അത് വൈശാഖമാഷയുടെ പ്രകാശനം ചെയ്യണം, അത് ഏറ്റുവാങ്ങുന്നത് ശ്രീ അശോകൻ ജില്ലയിലാകണം ആഗ്രഹവും നിർബന്ധവും ഒക്കെ ഉണ്ടായിരുന്നു. അത് സാധിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഓരോ ദിവസവും രാത്രി 10 മണിക്ക് പ്രചരണമൊക്കെ കഴിഞ്ഞ് തളരുമ്പോൾ ആരോടെങ്കിലും പറയാനുള്ള യുപിയോടാണ്. അങ്ങനെ പറയുകയും ചെയ്ത് യുപിയുടെ പ്രസൻസ്. അതുപോലെ എൻ്റെ ഒപ്പം നരേന്ദ്രൻ, രാമകൃഷ്ണൻ, ശ്രീകാന്ത്, ജെയ്സൺ, അശോകൻ 24 മണിക്കൂർ എൻ്റെ കൂടെ ആണ്. അശോകൻ, സുധാകരൻ, അവരൊക്കെ എല്ലാവരും ഈ പുസ്തകം പൂർത്തിയാക്കുന്നതിന് വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. ഓരോരുത്തരും പലപ്പോഴും ചാലക്കുടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ പറയുന്ന 5 ആൾ പല പല കോൺട്രിബ്യൂഷൻസ് അതിന് നൽകിയിട്ടുണ്ട്. ഒരാളുടെ ആശയം മാത്രമല്ല, അതൊരു സിന്തസിസാണ്. പലപ്പോഴും നവചാലക്കുടിയിൽ വ്യവസായത്തെക്കുറിച്ച് എന്ത് പറയണമെന്ന് ആലോചിക്കുമ്പോൾ ആ ആലോചന പങ്കിടും. രാമകൃഷ്ണൻ, നരേന്ദ്രൻ, അശോകനും, ശ്രീകാന്തും, ജെയ്സനൊക്കെ ആയിട്ട് പങ്കിടുമ്പോൾ അവർ തരുന്ന ആശയങ്ങൾ അത് പലപ്പോഴും യുപിയോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വളർന്നു വന്ന ഒരു ആശയം ആണ്. തീർച്ചയായിട്ടും ഞാൻ കോളേജിൽ പഠിപ്പിച്ച് MLA ആയിട്ട് വന്നപ്പോൾ ഒരു കുട്ടി എന്നോടൊരു ചോദ്യം ചോദിച്ചത് മാഷ് കോളേജിൽ നിന്ന് അധ്യാപകനായിട്ട് എന്തുകൊണ്ട് അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വന്നു എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അതിന് ഞാൻ ആ കുട്ടിക്ക് കൊടുത്ത മറുപടി, ഒരു കോളേജിലാകുമ്പോൾ ഒരു ക്ലാസ്സിൽ കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നു. തെരുവിലെ അധ്യാപകനാവണമെന്നാണ് എനിക്ക് ഇഷ്ടം. ക്ലാസ്സിലെ അധ്യാപകരിൽ നിന്ന് തെരുവിലെ അധ്യാപകനിലേക്കുള്ള മാറ്റമാണ് നമ്മൾ കണ്ടത് എന്നൊരു കുട്ടിയാണ് എന്നോട് ചോദിച്ചു പറയുന്നത്. അത് കുറേ കൂടി സാർത്ഥകമായ ഒരു കുറച്ച് ദിവസങ്ങളാണ് ഈ 64 ദിവസം എനിക്ക് ഈ ലോക്സഭ തെരഞ്ഞെടുപ്പ്. കാരണം വികസനവും രാഷ്ട്രീയവും പലപ്പോഴും മാഷ് പറഞ്ഞ പോലെ പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ കൃത്യമായി ജനങ്ങളുമായിട്ട് ഇത്രയധികം സംസാരിക്കാൻ പറ്റിയൊരു അവസരം വലിയൊരു ക്ലാസ് മുറി പോലെ ചാലക്കുടി പാർലമെന്റ് നിയോജകമണ്ഡലം കാണാൻ അവിടുത്തെ ലക്ഷക്കണക്കിന് മനുഷ്യരായിട്ട് ഈ വിഷയം സംവദിക്കാൻ പറ്റി എന്നുള്ളത് ജീവിതത്തിലെ ഒരു വലിയ ഒരു ആവേശം നൽകുന്നു. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചു ആദ്യം പ്രസംഗിച്ച വിഷയം മതനിരപേക്ഷ ഇന്ത്യ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ജനങ്ങളുടെ മുഖത്ത് വരുന്ന റിഫ്ലക്സ്, ആ റിഫ്ലക്സിൽ നിന്നാണ് ഇത് തന്നെയാണ് തുടർന്ന് പറയേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു പഠന പ്രക്രിയ അവിടെ നടക്കുകയാണ്. ശരിക്കും ജനങ്ങളുമായിട്ടുള്ള സംവാദം.
ആ ജനാധിപത്യ സംവാദത്തിൽ ഒരുപാട് പഠിക്കാൻ കഴിയും. നമ്മൾ പറയുന്നത് പോലെ ശരിയല്ല എന്നും അല്ലെങ്കിൽ ഇത് മാറ്റേണ്ടതുണ്ട് എന്നും ഉള്ള തിരിച്ചറിവിലൂടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നുള്ളത് ഒരു പഠനമാണ് എന്ന് എനിക്ക് ഇതിനു മുമ്പ് 3 തെരഞ്ഞെടുപ്പിലെ MLA എന്നുള്ള നിലയ്ക്ക് പുതുക്കാട് മണ്ഡലത്തിൽ പ്രചരണത്തിൽ പങ്കെടുത്തെങ്കിലും വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടായി. ആ അനുഭവമാണ് എഴുതണം എന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് അത് കുറിപ്പാക്കി മാറ്റിയത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. വികസനവും രാഷ്ട്രീയവും തമ്മിലുള്ള ആ ബന്ധം വളരെ വളരെ പ്രധാനമാണ്. പലപ്പോഴും രാഷ്ട്രീയവും വികസനവും പരസ്പരം ബന്ധിപ്പിക്കാൻ പറ്റുന്നതല്ല എന്ന് കരുതുന്നത് പോലും ഉണ്ട്. വികസനത്തിന് രാഷ്ട്രീയമില്ല എന്നുള്ളത് വാസ്തവത്തിൽ വികസനത്തിൽ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയത്തിന് വികസന സങ്കല്പമുണ്ട്. അതിൻ്റെ പരസ്പര ബന്ധം ആണ് ഇതിൽ ഞാൻ പറയാൻ കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത്. ആ ബന്ധം കൂടുതൽ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം മതനിരപേക്ഷ ഇന്ത്യ വലിയ ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മതനിരപേക്ഷത വളർത്തണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ ജനാധിപത്യ സങ്കല്പങ്ങളും വികസന സങ്കല്പങ്ങളെല്ലാം വളർന്നു വരണം. അപ്പോൾ ഒരു പൂ വിരിയുന്നത് പോലെ ഒരു മനസ്സിനെ വിരിയിച്ചു കൊണ്ടുവരേണ്ട ഒരു ചുമതല, കടമ നമുക്കെല്ലാം ഉണ്ട്. അതിന് പറ്റാവുന്ന വിഷയമാണ് വർത്തമാനകാല രാഷ്ട്രീയവും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് സർക്കാർ മുന്നോട്ട് വെച്ച വികസന സങ്കല്പവും. അതാണ് നവകേരളം എന്നത് എനിക്ക് തോന്നുന്നു. ആ തോന്നലാണ് ഇങ്ങനെ ഒരു കുറിപ്പുണ്ടാക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ നരേന്ദ്രൻ, രാമകൃഷ്ണൻ, ശ്രീകാന്ത്, ജെയ്സൺ, അശോകൻ, സുധാകരൻ എത്ര പറഞ്ഞാലും മലയാളി എന്നുള്ളതാണ് ഇതിൽ അത്ര അധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരിക്കൽ കൂടി വൈശാഖ് മാഷ്, ശ്രീ അശോകൻ, എൻ്റെ പ്രിയപ്പെട്ട UP ഒപ്പം ഇരുന്ന് ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാവർക്കും നന്ദി. നമസ്കാരം. നരേന്ദ്രൻ സൂചിപ്പിച്ച പോലെ തിങ്കൾ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന രവീന്ദ്രൻ മാഷയുടെ 8ാമത്തെ പുസ്തകമാണ്. ഇതിനു മുമ്പും ഏകദേശം 50ഓളം പുസ്തകങ്ങൾ തിങ്കൾ പുസ്തകത്തിൻ്റെ പേരിൽ പുറത്തിറങ്ങിയത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം രവീന്ദ്രൻ മാഷയുടെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് എന്നെ വളരെ അഭിമാനകരമായ ഒന്നായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയം തന്നെയാണ് അതിന് പ്രധാന കാരണം. ഇതിനു മുമ്പും പൊതുവിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് അതുപോലത്തെ പരിസ്ഥിതി മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷയങ്ങളെ സംബന്ധിച്ച് എല്ലാം തന്നെ രവീന്ദ്രൻ മാഷയുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു പുസ്തകമാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ട ഈ പുസ്തകം. ഒരു ലോകസഭ സ്ഥാനാർത്ഥി എന്നൊരു രീതിയിൽ ചാലക്കുടി നിയോജക മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനവും ഒപ്പം തന്നെ മതേതരത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇടതുപക്ഷ ബദലിനെ സംബന്ധിച്ചിട്ടും എല്ലാം തന്നെ സമഗ്രമായി പ്രതിപാദിക്കുന്ന ഈ പുസ്തകം ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന UP ജോസഫ്, അതുപോലെ തന്നെ പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ച വൈശാഖ് മാഷ്, ഏറ്റുവാങ്ങിയ അശോകൻ ചെരുവിൽ, അതുപോലെ രവീന്ദ്രൻ മാഷ്, സ്വാഗതം പറഞ്ഞ നരേന്ദ്രൻ, മറ്റ് എല്ലാവരെയും ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരെയും, ഇവിടെ സംസാരിച്ചവരെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും തിങ്കൾ ബുക്സിൻ്റെ പേരിലും അതുപോലെ തന്നെ ഗ്രന്ഥകർത്താവ് രവീന്ദ്രൻ മാഷെ എല്ലാവരെയും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്.